എല്ലാവർക്കും നമസ്കാരം. ഈ ഓണക്കാലമായിട്ട് നമ്മൾ മറ്റൊരു സ്പെഷ്യൽ അതിഥിയിലേക്ക് പോവുകയാണ്. സിനിമാ ഗാനങ്ങൾ അങ്ങനെ വെറുതെ കേട്ടു പോവുകയല്ല, അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും അതിൻ്റെ ഭാഷയും എന്ന് വേണ്ട അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. പതിറ്റാണ്ടിലേറെ കാലമായി ചലച്ചിത്ര ഗാന നിരൂപണ രംഗത്തെ അത്ഭുത പ്രതിഭാസം തന്നെയാണ് ടി പി ശാസ്തമംഗലം. നമസ്കാരം സർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ ഗാന നിരൂപണം എന്നുള്ളൊരു മേഖല മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് അങ്ങനൊരു സാഹിത്യ രംഗമുണ്ടെന്നൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ആ ഒരു സമയത്ത് വളരെ ചെറുപ്പമായിരുന്ന കാലത്ത് തന്നെ ഈ ഒരു മേഖലയിലേക്ക് ശ്രദ്ധ തിരിയാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? പ്രത്യേകിച്ചൊരു കാരണമില്ല, പക്ഷേ അതൊരു അവിചാരിതമായൊരു സംഭവമാണ്. അതായത് ഞാൻ ബിരുദത്തിന് കലാലയത്തിൽ പഠിക്കുമ്പോഴാണ് വയലാർ രാമവർമ്മ അന്തരിക്കുന്നത് 1975. അപ്പം വയലാറിൻ്റെ മരണത്തിന് ശേഷം വന്ന പാട്ടുകളൊന്നും ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ ONV സാറുണ്ട്, പി ഭാസ്കരൻ മാഷുണ്ട്, ശ്രീകുമാരൻ തമ്പിയുണ്ട്, യൂസഫ് അലി കച്ചേരിയുണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ വയലാറിൻ്റെ മരണത്തോടെ കുറേ പുതിയ പാട്ടെഴുത്തുകാർ കടന്നു വന്നു. അവരുടെ പാട്ടുകൾ ഈ പറഞ്ഞ വയലാറിനോടൊപ്പം നിന്നവരുടെ അല്ല, അതിന് ശേഷം കടന്നു വന്ന ചിലരുടെ പാട്ടുകൾ ഈ നിലവാരത്തിലേക്ക് ഉയർന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ മലയാളം ഐച്ഛിക വിഷയമായെടുത്ത് പഠിച്ച ആൾക്കാരാണ് ഞാൻ. അപ്പോൾ ഉച്ചയ്ക്ക് വിശ്രമവേളയിൽ ഈ ഊണ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞങ്ങൾ ഈ 3 വർഷക്കാരും, അതായത് 1ാമത്തെ വർഷവും 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും ഒരു ക്ലാസ്സിൽ ഒത്തുകൂടിയിട്ട് അന്ന് ആ ആഴ്ച ഇറങ്ങിയ സിനിമ, ആ ആഴ്ച ഇറങ്ങിയ പുതിയ പുസ്തകം, ആ ആഴ്ച ഉള്ള വാരികയിൽ വരുന്ന കഥ, കവിത, ഇതൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. വളരെ ആധികാരികമായിട്ട് തന്നെ ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരുന്ന അധ്യാപകരോട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കും. അതൊക്കെ ഒരു ഞങ്ങളുടെ രീതിയായിരുന്നു. ഭാഷാപരമായിട്ട് ഏറ്റവും ഒരു എന്താ പറയുക, സമൃദ്ധമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയായിരുന്നു. എല്ലാവരും മലയാളം എടുത്ത് പഠിക്കുന്നവരാണല്ലോ, മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് ബിരുദത്തിന് പഠിക്കുന്നവരാണ്. ഒരു വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ വയലാറിൻ്റെ മരണത്തിന് ശേഷം വന്ന ചില പാട്ടുകളുടെ വന്ന നിലവാരമില്ലായ്മയെക്കുറിച്ച് ഞാൻ ആ ഗ്രൂപ്പിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സീനിയറായിട്ട് പഠിച്ച, അതായത് ഞാൻ 2ാം വർഷം പഠിക്കുമ്പോൾ 3ാം വർഷ ബിരുദത്തിന് പഠിച്ചിരുന്ന ഒരു സുശീലൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹപാഠി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രപ്രഭ എന്ന് പറഞ്ഞുകൊണ്ടൊരു മാസിക നടത്തിയിരുന്നു, ഒരു ലോക്കൽ മാസിക. എനിക്ക് തോന്നുന്നൊരു 500 കോപ്പി തന്നെ കാണുമെന്ന് സംശയം, 500-300 കോപ്പി കാണും. അപ്പോൾ അതിൽ ഇതെല്ലാം കൂടെ ഒന്ന് എഴുതി തന്നാൽ കൊടുക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ എഴുതി കൊടുത്തു. ഞാൻ അതിനു മുമ്പ് എഴുതിയിരുന്നത് എല്ലാം മനഃശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. മനഃശാസ്ത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ മലയാളം അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സൈക്കോളജി എഴുതാൻ, ഐച്ഛിക വിഷയമായി എഴുതാനേ. മലയാളം എടുത്തതോടുകൂടിയാണ് അതിന് സാധ്യതയില്ലാതെ. പക്ഷേ ഞാൻ ധാരാളം മനഃശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, മനസ്സിലായില്ലേ? ഫ്രോയിഡിൻ്റെയും മറ്റും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോൾ ഈ ഇത് എഴുതി കൊടുക്കാൻ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു. ഞാനതങ്ങ് മറന്നും പോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അച്ചടിച്ച് വന്ന മാസിക എനിക്ക് കൊണ്ടു തന്നു. അപ്പോഴും ഞാനത് വായിച്ചു. എനിക്ക് ഞാനാണല്ലോ എഴുതി കൊടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞു. ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ അയാൾ കുറേ കത്തുകൾ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, ഈ മാസികയിൽ വന്ന ലേഖനം, നിങ്ങളുടെ ലേഖനത്തിന്, നിങ്ങളുടെ എന്നല്ല നിൻ്റെ ലേഖനത്തിന്, കാരണം ഞങ്ങളങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നിൻ്റെ ലേഖനത്തിന് ഇതാ ഒരുപാട് കത്തുകൾ വന്നിരിക്കുന്നു, കുറേ കത്തുകൾ കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് ചീത്ത പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, നല്ലത് എഴുതിയിട്ടുണ്ട്, ഇത് ആവശ്യമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ലേഖനം കൂടെ കാച്ചാൻ പറഞ്ഞു. അതേ ഭാഷയാണ് ഞാൻ പറയുന്നത്, ഒരു ലേഖനം കൂടെ കാച്ചാൻ പറഞ്ഞു. അങ്ങനെ ഒരു ലേഖനം കൂടി എഴുതി കൊടുത്തു. അങ്ങനെ ചില ലേഖനങ്ങളൊക്കെ എഴുതി. അതിനകത്താണ് എൻ്റെ അങ്ങനെ അവിചാരിതമായിട്ടാണ് ഈ ഗാന നിരൂപണം എന്ന് പറയുന്നത്. അതൊരു ശാഖയായി ഉരുത്തിരിയുമെന്നോ പിൽക്കാലത്ത് അതിൽ നിലയുറപ്പിക്കാൻ കഴിയുമെന്നോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് എഴുതണമെന്നൊരു തോന്നൽ വരുമ്പം എഴുതുന്ന ഒരു സ്വഭാവം. അങ്ങനെയാണ് ഈ മനഃശാസ്ത്രപരമായ ലേഖനം. ഞാൻ അന്ന് മനഃശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഇറങ്ങുന്നൊരു ഡോക്ടർ ഡേവിഡൊക്കെ
പിന്നെ പത്രാധിപരായി അതിനകത്ത് എഴുതുമായിരുന്നു. മാധവിക്കുട്ടിയുടെ മകൻ മോനു നാലപ്പാട് പത്രാധിപരായിട്ടുള്ള പമ്പരം എന്ന് പറഞ്ഞൊരു, അത് ഈ അമേരിക്കൻ മാഗസിൻ സ്പാനിൻ്റെ മോഡലിൽ മലയാളത്തിലിറക്കിയ ഒന്നാന്തരം മാഗസിനാണ്. അതിനകത്ത് നിരന്തരം എഴുതുമായിരുന്നു. ഈ മനഃശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കോളേജൊക്കെ വിട്ടു. എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അപ്പോഴും ഈ ചില മാസികകൾക്കൊക്കെ ഈ പാട്ടിനെക്കുറിച്ച് എഴുതി വായിക്കും. അപ്പം ഞാൻ കരുതി ഇതൊന്നും ഒരു സ്ഥായിയായ കാര്യമല്ല, ഏതെങ്കിലും നിലവാരമുള്ള ഒരു മാസികയിൽ അല്ലെങ്കിൽ ഒരു വാരികയിൽ ഒരു ലേഖനം വരണം എന്ന് കരുതിയിട്ട് അപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി. ഞാൻ ഓഫീസിൽ പിന്നെ പോയി തുടങ്ങി. പിന്നെ അപ്പോൾ ഞാൻ TP രാജു എന്നുള്ള എൻ്റെ യഥാർത്ഥ പേരിലാണ് അതിലൊക്കെ എഴുതിയിരുന്നത് എല്ലാത്തിലും. പിന്നെ ഞാനൊരു ലേഖനം എഴുതി കലാകൗമുദിയുടെ ഫിലിം മാഗസിൻ അയച്ചു കൊടുത്തു. ഒരു പരിചയമില്ല, അങ്ങനെ അയച്ചു കൊടുത്തു. ഞാനത് മറന്നു. ഞാൻ രാവിലെ ഓഫീസിൽ പോകും, വൈകുന്നേരം വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മാവൻ M. കൃഷ്ണൻ നായരാണെന്ന് പലർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഫിലിം മാഗസിൻ അദ്ദേഹം അന്ന് കലാകൗമുദിയിൽ എഴുതുന്ന സമയമാണ്. അപ്പം കലാകൗമുദിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹത്തിനും എല്ലാ ആഴ്ചയും കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഫിലിം മാഗസിൻ നോക്കിയപ്പോൾ എൻ്റെ ലേഖനം അതിനകത്ത് കിടക്കുന്നു. അങ്ങനെയാണ് ഫിലിം മാഗസിനിലാണ് വാസ്തവത്തിൽ പിന്നെ പ്രഥമ ലേഖനം, അല്ലെങ്കിൽ ഈ രാഷ്ട്രപ്രഭയിലൊക്കെ വന്നെങ്കിലും പിന്നെ ആളുകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഏറ്റവും പ്രചാരമുള്ളൊരു വാരികയിലേക്ക് വരുന്നത് ഫിലിം മാഗസിനിലാണ്. ഞാൻ അപ്പോഴത്തേക്ക് ഒരു കള്ളപ്പേര് സ്വീകരിക്കേണ്ടി വന്നു. കാരണം ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനാണ്ട് എനിക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ പെർമിഷൻ ഇല്ലാതെ വന്നപ്പോൾ TP രാജു എന്നുള്ള പേരിൽ എഴുതാൻ പറ്റില്ല. അപ്പം എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുണ്ട്, മലയാറ്റൂർ രാമേശ്വര സാറിനെ ഞാൻ നിരന്തരം അദ്ദേഹത്തിൻ്റെ കരമനയിലോ വീട്ടിലൊക്കെ ചെന്നിട്ട് ഒരുപാട് നേരം സംസാരിക്കും സാഹിത്യത്തെക്കുറിച്ചൊക്കെ. അതൊരു സാറിന് എൻ്റെ കൂടെ വലിയ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് IAS അല്ലേ, സാറ് ഇപ്പം മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നുള്ള ഒറിജിനൽ പേര് തന്നെ എഴുതുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്തുകൊണ്ട് പിന്നെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഒരു കള്ളപ്പേര് വയ്യടാ. സാറ് പറഞ്ഞ സെൻറ്റൻസ് ആണത്, നീ ഒരു കള്ളപ്പേര് വയ്ക്കേ, എന്തായിരുന്നാലും പിന്നെ അതൊന്നും ആരും പിടിക്കാൻ പോകുന്നില്ല. ഈ സാഹിത്യം എഴുതിയെന്നുകൊണ്ട് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിച്ചെന്നുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ TP ശാസ്ത്രം എന്നുള്ള പേര് സാറ് തന്നെ നിർദ്ദേശിച്ച് തരികയാണ്. എൻ്റെ ഇനിഷ്യൽ എന്താണെന്ന് ചോദിച്ചു. TP രാജു എന്നാണ് പേരെന്ന് സാറിനറിയാം. അപ്പോൾ ഇനിഷ്യൽ TP രാജു വയ്ക്കേണ്ട, അതാണ് കുഴപ്പം, ഒറിജിനൽ ഒഫീഷ്യൽ നെയിം. ശാസ്തമംഗലത്ത് താമസിക്കുന്നുണ്ട്, ശാസ്തമംഗലം എന്ന് വയ്ക്ക്. എന്നിട്ട് അങ്ങനെയാണ് ഈ കള്ളപ്പേര് നിലവിൽ രാശിയുള്ള കള്ളപ്പേരാണ്. എനിവേ നമ്മൾ ഓണക്കാലത്താണ് ഈ നമ്മൾ സംസാരിക്കുന്നത്. ഓണക്കാലം എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിലെ ഏറ്റവും സമൃദ്ധിയുള്ള ഒരു കാലമാണ്. ഈ ഒരു കാലവും സാഹിത്യവും എന്ന് പറയുന്നത് അഭേദ്യമായ ബന്ധമാണ്. നമ്മൾ എന്തും സാഹിത്യത്തിലോട്ട് പ്രതിഫലിപ്പിക്കും എന്ന് പറയുമല്ലോ. അതുപോലെ ഈ ഒരു കാലത്തെക്കുറിച്ച് സാറിൻ്റെ സാഹിത്യ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഓണം വളരെ നമുക്കെല്ലാവർക്കും എന്നും മലയാളികളുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഉത്സവമാണ്. അപ്പോൾ പിന്നെ ഓണം എത്തുന്നത് തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് സന്തോഷത്തോടു കൂടിയാണ്, അല്ലേ? സന്തോഷത്തിൻ്റെ ഒരു വരവറിയിച്ചുകൊണ്ടാണ്. നമുക്ക് പിന്നെ നമുക്ക് ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ പഞ്ഞക്കർക്കിടകമാണ്. അതൊക്കെ തീർന്ന് ഈ പിന്നെ ആടി അറുതി കഴിഞ്ഞ് പിന്നെ ആവണി പറക്കുന്ന ദിവസം, അതാണ് ചിങ്ങം 1. അത് കഴിഞ്ഞ് ഓണം എത്തുന്നു. ഓണത്തിന് പലപ്പോഴും ഓണത്തെക്കുറിച്ച് എഴുതാത്ത കവികളില്ല. P. കുഞ്ഞിരാമൻ നായരാകട്ടെ, ചങ്ങമ്പുഴയാകട്ടെ, വൈലോപ്പിള്ളിയാകട്ടെ, പിന്നെ ഇടപ്പള്ളി രാഘവൻപിള്ള, എല്ലാവരും ONV സാറൊക്കെ എത്രയോ ഒന്നാന്തരം കവിതകൾ എഴുതിയിരിക്കുന്നു. അല്ലാതെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ സിനിമകളിലും ധാരാളം ഓണപ്പാട്ടുകൾ കടന്നു വന്നു. ഇപ്പോൾ ഓണപ്പൂവേ പൂവേ നീ തേടുന്നത് ഏത് ഇതാന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ, ഈ ഗാനം മറക്കുമോ എന്നുള്ള സിനിമയിൽ തിരുവോണപ്പുലരി തിരുമുൽക്കാഴ്ച വാങ്ങാൻ എന്നുള്ള പാട്ടുണ്ട്. പൂവിളി പൂവിളി പൊന്നോണമായി, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ. ഇപ്പോൾ ONV സാറിൻ്റെ തന്നെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി നക്ഷതങ്ങളിലെ, അത് ബോംബെയിലിരുന്നാണ് സാറ്, രവി ബോംബെയുടെ വീട്ടിലിരുന്നാണ് എഴുതുന്നത്. പക്ഷേ അതിന് മുഴുവൻ കേരളീയ അന്തരീക്ഷമല്ലേ. ഈ പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിനീത് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു കവിത അച്ചടിച്ച് വരുന്നതായിട്ട് മോനിഷ
ആ കവിത എടുത്ത് പാടുന്നതായിട്ടാണല്ലോ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ രവി ബോംബെയുടെ വീട്ടിലിരുന്ന് സാറ് പെട്ടെന്ന് എഴുതിയതാണ്. പിന്നെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചേർത്തി മഞ്ഞക്കുറി മുണ്ട് ചുറ്റി. ആ മഞ്ഞക്കുറിയൊക്കെ ഓണത്തിൻ്റെ ഒരു വരവറിയിക്കുന്ന മഞ്ഞക്കുറി മുണ്ട് ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണ പൂവേ നീ വന്നു ചിരുതിയുകിൽ നിന്നു. അപ്പോൾ ഒരു പൂ വിരിഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മലയാളികൾക്ക്. ഓണത്തിന് വിരിയുന്ന എല്ലാം ഓണപ്പൂവാണ്. ഈ തുമ്പ മുതൽ പിന്നെ ജമന്തിയും എല്ലാം ഓണപ്പൂവാണ്. ഓണത്തിന് പറക്കുന്ന ഏത് തുമ്പിയും നമുക്ക് ഓണത്തുമ്പിയാണ് അല്ലേ. ഇന്നലെ ഈ പിന്നെ കർക്കിടകത്തിൽ പറക്കുന്ന തുമ്പി ഓണത്തുമ്പിയല്ല. പക്ഷേ ഓണമാകുമ്പോൾ ചിങ്ങം പറന്നു കഴിഞ്ഞാൽ ഏത് തുമ്പിയെ നമുക്ക് തുമ്പിയെക്കുറിച്ച് എത്രയോ പാട്ടുകൾ പലരും എഴുതിയിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുണ്ട്, ONV സാർ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. വയലാറൊക്കെ ചില പാട്ടുകളുടെ ഇടയിൽ ഓണത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എന്ന് പറയുന്ന പിന്നെ കൂട്ടുകുടുംബത്തിലെ പാട്ടിൽ എന്താ തുമ്പപ്പൂക്കളത്ത് തിരുവോണത്തിന് തുമ്പി തുള്ളാനിരുന്നപ്പോൾ, അതിൽ മുറപ്പെണ്ണാണ് നായകൻ്റെ. പ്രേംനസീറും ശാരദയുമാണ് നായകന്മാരായിട്ട് വരുന്നത്. പിന്നെ കൂട്ടുകുടുംബം എന്ന സിനിമ, അതിൽ പിന്നെ തുമ്പപ്പൂക്കളത്തിൽ തുമ്പപ്പൂവാണല്ലോ ഏറ്റവും പ്രധാനം. തുമ്പപ്പൂക്കളത്ത് തിരുവോണത്തിന് തുമ്പി തുള്ളാനിരുന്നപ്പോൾ, സാധാരണ പഴയ കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഈ തുമ്പി തുള്ളലൊക്കെ ഉണ്ടല്ലോ, പഴയ നമ്മുടെ നാടൻ കലകളാണ്. അപ്പോൾ തുമ്പി തുള്ളാനിരുന്നപ്പോൾ പിന്നെ പൂക്കിലെ കതിരുകൾക്കിടയിലൂടെ നീ, ഈ പൂക്കിലും പിടിച്ചുകൊണ്ടാണ് നായിക ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ പൂക്കില ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരും, ഇങ്ങനെ വിതറി വരും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചെറിയ ചെറിയ സ്പേസ് വരും. അതിനിടയിലൂടെ ഈ നായകനെ ഒളികണ്ണിട്ട് നോക്കി കൊതിപ്പിച്ചത് ഓർമ്മയില്ലേ? ഒളികണ്ണാൽ അവിടെയാണ് വയലാറിൻ്റെ മഹത്വം. കാരണം ആ ഒളികണ്ണാൽ നോക്കിക്കൊതിപ്പിച്ചത് വളരെ നമ്മളെ കൊതിപ്പിച്ചു ആ പ്രയോഗം. ശരിക്കും ഞാൻ ഇപ്പോൾ സാർ ഈ വരികൾ പറയുമ്പോൾ ശ്രദ്ധിച്ചത്, സാർ അത് പറഞ്ഞു തരുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ആ ഒരു കവിതയുടെ ബ്യൂട്ടി എത്രത്തോളം ആണെന്ന് അറിയുന്നത്. ശരിക്കും സാറാണ് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഇപ്പോഴാണ് അത്രയും അർത്ഥവത്തായിട്ട് തോന്നിയത്. സത്യമായിട്ടും മലയാളികളെ ഇങ്ങനെയുള്ള കവിതകൾ എങ്ങനെ കേൾക്കണം, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടതെന്ന് പഠിപ്പിച്ച ഒരാളെന്ന് പറഞ്ഞു. അതല്ല, അവരെ എഴുതി വെച്ചതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് മനസ്സിലാക്കി തരണമെങ്കിൽ ഭാഷ പഠിച്ചതുകൊണ്ടുള്ളൊരു ഗുണം. പിന്നെ പാട്ടിനോട് വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ പാട്ട് കേട്ട് വളർന്നുകൊണ്ടാണ് പഴയ പാട്ടുകളൊക്കെ എനിക്ക് കാണാപ്പാടമാണ്. പക്ഷേ പുതിയ പാട്ടുകൾ പലതും അറിയില്ല. അത് ഒരുപാടില്ല, കാരണം ഒന്നും മനസ്സിൽ നിൽക്കുന്നതല്ല. മറ്റേ പഴയ വരികൾ ഏത് പാട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുമല്ലോ. വയലാറിൻ്റെ ആയാലും ഭാസ്കരൻ മാഷിൻ്റെ ആയിരുന്നാലും എത്രയോ പാട്ടുകളുണ്ട്. ചില പാട്ടുകൾ ആ സിനിമയുടെ പിന്നെ എന്താ പറയുന്നത്, മൊത്തം കഥ അതിനകത്ത് കാച്ചിക്കുറുക്കി വയ്ക്കും. ഇപ്പം മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ സിനിമ MTയുടെ പ്രഥമ തിരക്കഥയിൽ വന്ന സിനിമയാണ്. MTയുടെ വളരെ പ്രസിദ്ധമായ നോവൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ വിൻസെൻ്റ് മാഷാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഭാസ്കരൻ മാഷും BA ചിദംബരനാഥുമാണ് സംഗീതം. അതിൽ ഒരു പാട്ടുണ്ട്, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നു. അത് ഒരു നിർണായക ഘട്ടത്തിലാണ് പാട്ട് നമ്മൾ സിനിമ കേൾക്കുന്നത്. അതായത് അതിലെ നായകൻ പ്രേംനസീറാണ്. ബാലൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ ബാലൻ്റെ നായിക മുറപ്പെണ്ണാണ് ശാരദ. ഭാഗീരഥി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. വീട്ടിൽ ഭാഗി എന്ന് വിളിക്കും. ഇവർ തമ്മിൽ പ്രണയബദ്ധരാണ് സിനിമ തുടങ്ങുമ്പോൾ. ഒരു ഇടവേള വരെ ഇവർ പിന്നെ വിവാഹിതരാകും എന്ന് നമ്മൾ കരുതും. ഇദ്ദേഹം ഈ ബാലൻ എന്ന് പറയുന്ന പ്രേംനസീർ അവതരിപ്പിച്ച കഥാപാത്രം ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരൻ ഉമ്മർ, KP ഉമ്മർ പിന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി. അന്ന് മദിരാശിയിൽ പോയി, ഇന്ന് വെളിയിൽ അമേരിക്കയിലൊക്കെ പോയി പഠിക്കും പോലെ അന്ന് മദിരാശിയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടി ഒരു ജോലിയൊക്കെ കിട്ടി, വലിയ ഉയർന്ന ജോലിയൊക്കെ കിട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും പിന്നെ അമ്മാവനായ ഈ ഭാഗീരഥിയുടെ അച്ഛൻ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും? കൂടിയ ജോലിയുള്ള വരുമാനമുള്ള ഉമ്മർ. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ തകർന്നടിഞ്ഞ ഹൃദയത്തോടെ ഈ ബാലൻ ഭാരതപ്പുഴയുടെ തീരത്ത് ചെന്നിരുന്ന് പാടുന്നതാണ് കഥാസന്ദർഭം. ഭാസ്കരൻ മാഷിന് വിൻസെൻ്റ് മാഷ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സന്ദർഭം, ഇങ്ങനെ തകർന്നടിഞ്ഞ ഹൃദയത്തോടെ ചെന്നിരുന്ന് നിരാശ കാമുകനായിട്ട് ചെന്നിരുന്ന് പാടുന്നു. പക്ഷേ ഭാസ്കരൻ മാഷ്
ജന്മനാ തന്നെ കവിയായതുകൊണ്ട് അദ്ദേഹം എഴുതി കരയുന്നോ പുഴ ചിരിക്കുന്നു. അവിടെ ഓരോ വരിയും അത് പ്രധാനമാണ്. കരയുന്നോ, ഈ പുഴ കരയുകയാണോ, തൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കരയുകയാണോ, അതോ ചിരിക്കുകയാണ്? തന്നെ പരിഹസിച്ച്, ഒരു പെണ്ണിൻ്റെ പിറകെ നടന്ന വിഡ്ഢി എന്ന് പരിഹസിച്ച് ചിരിക്കുകയാണ്. കരയുന്നോ പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ച്, ചിരിച്ചാലും കരഞ്ഞാലും കണ്ണീര് വരുമല്ലോ. കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ, ആ ഓരോ വാക്കും നമ്മൾ മനസ്സിലാക്കണം. പ്രയോഗം കൈവഴികൾ. ഇവരുടെ ജീവിതവും അതുപോലെ തന്നെ ഒരുമിച്ചൊഴുകിയതായിരുന്നു ഇന്നലെ വരെ. ഈ പുഴ എങ്ങനെയാണല്ലോ, കുറേ ദൂരം ഇങ്ങനെ ഒഴുകി ചെന്നിട്ട് പിന്നെ കൈവഴികൾ പിരിയും. അപ്പം ഇത് പിന്നെ അത് കായലിലോ കടലിലോ ചെന്ന് ചേരും. അതുപോലെയാണ് ഇവരുടെ ജീവിതവും. കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നു. അതിനകത്ത് നല്ല വരികളുണ്ട്. ഒന്നാന്തരം ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധം അഴിയുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ഭാസ്കരൻ മാഷിന് ദേശീയ പുരസ്കാരം കൊടുക്കേണ്ട പാട്ടാണെന്ന് ഞാൻ പറയും. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ, ഇന്നലെ വരെ ഒരുമിച്ച് ചേർന്ന കരളുകളായിരുന്നു ഈ നായകൻ്റെയും നായികയുടെയും. പക്ഷേ ഇന്ന് വേർപെട്ടു. എന്തുകൊണ്ട്? ഈ സഹോദരൻ കല്യാണം കഴിച്ചതോട് വേർപെട്ടു. അപ്പോൾ ബന്ധം മുറുകുകയാണോ അഴിയുകയാണോ? ബന്ധം മുറുകുകയാണെന്ന് വെച്ചാൽ സഹോദരൻ്റെ ഭാര്യയായത്, ഭാരതീയ സങ്കല്പം അനുസരിച്ച് സ്വന്തം സഹോദരൻ്റെ ഭാര്യ സഹോദരിയാണ്. അപ്പോൾ ഇന്നലെ വരെ കാമുകിയായിരുന്ന നായിക ഇന്ന് സഹോദരൻ്റെ ഭാര്യയായി മാറിയപ്പോൾ ബന്ധം മുറുകി. അതേസമയം ബന്ധം അഴിഞ്ഞു. കാമുക സങ്കല്പം ഇല്ലാതായി. അല്ലേ? ഒരു നദി കടലിലോ കായലിലോ ചെന്ന് ചേരുന്നത് വരെ നദിയുണ്ട്. അത് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ബന്ധം മുറുകുകയാണോ അഴിയുകയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെയാണ് പി ഭാസ്കരൻ ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ സിനിമയുടെ മൊത്തം കഥ അതിനകത്ത് കാച്ചി കുറുക്കി വെച്ചിരിക്കുകയാണ്. ക്രിറ്റിക്സിസം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ശത്രുക്കളെ നേടുന്ന ഒരു പ്രക്രിയ കൂടിയാണ് അല്ലേ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ലജ്ജാവതിയുടെ ഒരു കാര്യമുണ്ട്. കൈതപ്രം സാറിന്റെ അല്ല, ലജ്ജാവതി ഇറങ്ങുന്ന സമയത്ത് അതിനെ എതിർത്ത അല്ലെങ്കിൽ അതിനെ വിമർശിച്ച ഏക വ്യക്തി ഞാനാണ്. അതിന് കാരണമുണ്ട്. അന്നും ഇന്നും ഞാൻ പറയുന്ന ഒരേ കാരണം തന്നെയാണ്. ലജ്ജാവതിയെ എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ലജ്ജാവതി നിൻ മിഴികൾ ഉറന്നു എന്നതിൻ്റെ ശ്രീകുമാരൻ തമ്പിയുടെ പുലിവാൽ എന്നൊരു സിനിമയിൽ ഒരു പാട്ടുണ്ട്. അത് ശരിയായ പ്രയോഗം, കൈതപ്പുറത്തിൻ്റെ തെറ്റായ പ്രയോഗം. മാത്രമല്ല, ലജ്ജാവതി എന്ന് പറയുന്ന ആ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, നായകനും നായികയും കലാലയത്തിൽ വെച്ച് കണ്ടുമുട്ടിയവർ മാത്രമാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവരുടെ ബാല്യകാല കാര്യങ്ങളല്ലേ. അണ്ണാറക്കണ്ണനുമായി മാമ്പഴം പകർത്തെടുത്തത്, അപ്പപ്പന്താടികൾ മേൽമീശ വച്ചത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. കാരണം കലാലയത്തിൽ വച്ച് മാത്രം കണ്ടുമുട്ടിയ നായകനും നായികയ്ക്കും അവരുടേതായ പ്രത്യേകം ബാല്യകാലമേ ഉള്ളൂ, അല്ലെങ്കിൽ കൗമാരകാലമേ ഉള്ളൂ. അതേസമയം ഇദ്ദേഹം പറയുന്നത് മുഴുവൻ അതിനകത്ത് ഈ ഇങ്ങനെ. പിന്നെ ലജ്ജാവതിയെ നിൻ കള്ളക്കിഴക്കണ്ണിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നീണ്ട ലിസ്റ്റല്ലേ, തേനോ നിലാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്, അതാണ് ഞാൻ അന്ന് വിമർശിച്ചത്. അത് പിന്നെ കലാകൗമുദിയിലാണെന്ന് അത് എഴുതുന്നത്. പഴങ്ങഞ്ഞിയിൽ കോള കലർത്തിയാൽ എന്ന പാട്ടിൽ എന്ന ഹെഡിങ്ങിലാണ് അത് വന്നത്. അന്ന് തന്നെ അത് വലിയ ഒച്ചപ്പാടുണ്ട്. അന്ന് രാത്രി അന്തിച്ചർച്ച, ഈ ചാനലുകളുടെ അന്തിച്ചർച്ച ഈ പാട്ടിനെ കുറിച്ചായിരുന്നു. ഞാൻ തിരുവനന്തപുരം പിന്നെ ഏഷ്യാനെറ്റിലെ തിരുവനന്തപുരത്തെ പിന്നെ സ്റ്റുഡിയോയിലും പിന്നെ കൈതപ്പുറം കോഴിക്കോട് സ്റ്റുഡിയോയിലും അങ്ങനെ പിന്നെ ജാസി ഗിഫ്റ്റ് വേറൊരു സ്റ്റുഡിയോ ഡിബേറ്റ് നടക്കും. മാത്രമല്ല, കണ്ണാടി എന്ന് പറഞ്ഞ ടി എൻ ഗോപകുമാർ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ആ ആഴ്ചത്തെ കണ്ണാടിയും ഈ പാട്ടിനെ കുറിച്ചായിരുന്നു. അത് എൻ്റെ വീട്ടിൽ വന്നാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തത്. ഞാനൊരിക്കൽ കോഴിക്കോട് പോയി, ഓഫീസ് ആവശ്യമായിട്ട് പോയതാണ് കോഴിക്കോട് പോയിട്ട് ഞാൻ അവിടെ എൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എൻ്റെ ട്രെയിൻ വരുന്നത്, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കോഴിക്കോടേക്കുള്ള ട്രെയിൻ വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് അവിചാരിതമായിട്ട് കൈതപ്പുറത്തെ കണ്ടു. കൈതപ്പുറം ദാമോദരൻ നമ്പൂരിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഞാനും അദ്ദേഹവും കൂടെ അവിടെ ഒരു ബെഞ്ചിലിരുന്ന്, ഈ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേർ ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കൈതപ്പുറം ചോദിച്ചു, അതിനെന്താ സംസാരിച്ചതെന്താ? അല്ല, നിങ്ങൾ തമ്മിൽ ബദ്ധ ശത്രുക്കളാണെന്നാണല്ലോ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പത്രങ്ങളിൽ എഴുതുമ്പോൾ പിന്നെ കൈതപ്പുറത്ത് ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പക്ഷേ വീട്ടിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ശ്രീമതി വിളമ്പി തന്ന പിന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുപ്പത്തിലാണ് അന്നും ഇന്നും. ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് അടുപ്പമുണ്ട്. പക്ഷേ ജനം കരുതുന്നത് നമ്മളിത് എഴുതുന്നത് പോലെ
ഭയങ്കര ശത്രുതയോടുകൂടി പെരുമാറുന്നു എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വിഭാഗം തന്നെയാണ് സാഹിത്യത്തിലുള്ള നിരൂപണം എന്ന് പറയുന്നത്, അല്ലേ? അല്ല, ഈ ഗാനനിരൂപണം ഞാൻ എഴുതി തുടങ്ങുന്നത് വരെ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം അന്ന് കോഴിക്കോടനായാലും സിനിക്കായാലും പിന്നെ സിനിമാ നിരൂപണം എഴുതുമ്പോൾ ഒരു സെൻറ്റൻസ് എഴുതും. ഇന്നാരെഴുതി, ഇന്നാര് സംഗീതം നൽകി, ഇന്നാര് ഒക്കെ പാടിയ പാട്ടുകൾ ശ്രുതി മധുരമാണ് അല്ലെങ്കിൽ ശ്രവണ സുഖമാണ് എന്നൊക്കെ ഒരു പോസിറ്റീവായിട്ട് അങ്ങനെ എഴുതുകയുള്ളൂ. അല്ലാതെ പാട്ടിനെ വ്യവച്ഛേദിച്ച് അല്ലെങ്കിൽ പാട്ടിനെ വേർതിരിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു പഠനമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഓണക്കാലത്താണ് സംസാരിക്കുന്നതെന്ന് വീണ്ടും ഓർക്കണത്. സാറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വൈഡായിട്ടാണ് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ആയിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഈ സിനിമകളിലൊന്നും ഓണപ്പാട്ടുകളെ വരുന്നില്ലല്ലോ. പണ്ട് ഓണപ്പാട്ടുകൾക്കൊപ്പം സിനിമകളിലെ ഓണപ്പാട്ടുകൾക്ക് ഇപ്പൊ ഹിറ്റായിട്ടുള്ള 2-3 വർഷമായി തിരുവാതിര അതേ ഉള്ളൂ. പിന്നെ ഓണമൂട് അത് പാട്ടാണോ? എനിക്കറിയാം ചേട്ടൻ്റെ ഒരു അഭിപ്രായം സ്വീകരിച്ചു. മുണ്ടുമൂട്, സാരി മൂട്, സദ്യ മൂട്, പപ്പടം മൂട്, പായസം മൂട്, അല്ലേ? ചോദ്യോത്തരം ഒരു നിരൂപണം അതിലുണ്ടാവും. അത് ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. സാഹസം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കാണുക തന്നെ ഒരു സാഹസമാണ് സിനിമ. പറക്കണ പൂവേ പവറാവട്ടെ എന്നല്ലേ എൻ്റെ തുടക്കം. ഈ പൂവ് പറക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പൂവ് പറക്കണം കണ്ടിട്ടുണ്ട്. അതേസമയം അപ്പൂപ്പന്താടി പറക്കും, പക്ഷെ അത് വിത്താണ്, പൂവല്ല. അപ്പൂപ്പന്താടി വിത്താണ്, പൂവല്ല. ഇപ്പൊ എഴുതുന്നവർക്ക് അതിന്റെ വ്യത്യാസം അറിയില്ല സർ. അതാ പറഞ്ഞേ. ഇപ്പോ എക്ക് വരെ എഴുതാം എന്നുള്ള കണ്ടീഷനല്ലേ. ഇതൊരു ഈ ഒരു കാലഘട്ടത്തിനൊപ്പം പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ കൂടി നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഒരു ഈ ഗൃഹാതുരത്വം ഉണ്ടല്ലോ. ഇപ്പം പണ്ട് ഈ കൈകൊട്ടിക്കളി ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നാട്ടുംപുറങ്ങളിലെ തറവാടുകളിൽ നടത്തിയിരുന്നു. അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഒരു സുഖമുണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നത്. എഐയിൽ നമ്മൾ കൊടുക്കുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ച് വരുന്ന വീഡിയോസ് ഉണ്ട്. ആനിമേഷൻ വീഡിയോ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ഈ അയൽവക്കത്തെ കുട്ടികളും ആ വീട്ടില് അപ്പൊ അന്ന് അത് മാത്രമല്ല, ഒരു വീട്ടിൽ 1-2 കുട്ടികളല്ലല്ലോ, കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഒരുപാട് കുട്ടികൾ കാണും. ആ വീട്ടിലെ എല്ലാ കുട്ടികളും ഒത്തൊരുമിച്ച് പന്ത് കളിക്കുന്നു, പിന്നെ പല പല വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അയൽവക്കത്തെ കുട്ടികൾ ഒരുമിച്ച് പൂ ശേഖരിച്ച് കൊണ്ടുവന്ന് പൂക്കളം ഒരുക്കുന്നു. ഇതിനൊക്കെ ഒരു സുഖമുണ്ട്. അല്ലേ? ആ ഒരു കാലം നമ്മളിൽ ഇന്ന് ആ സമയത്ത് നമ്മൾ ഒന്നുകിൽ ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ മൊബൈലിന്റെ. പിന്നെ നമ്മള് ഓഫീസ്, കോളേജ്, സ്കൂൾ, ഓണം മാത്രമാണ് എല്ലാരും കൂടെ കൂടുന്നത്. അപ്പൊ തമിഴ്നാട്ടുകാർ കനിയണം നമുക്ക് പൂവ് കിട്ടണമെങ്കിൽ. പൂവല്ല, ഈ ആഹാരം ഉണ്ടാക്കുന്നതിനും പലതും തമിഴ്നാട്ടിൽ നിന്നാണല്ലോ നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു കാലത്ത് നമുക്ക് ഇപ്പോഴും ഓർക്കാനുള്ളത് അങ്ങയുടെ ആദ്യം പറഞ്ഞ ഓർമ്മകള് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സാഹിത്യം കൊണ്ടും നമ്മുടെ ജീവിതശൈലി കൊണ്ടുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. അത് ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മളിത് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഓർക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. വയലാറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്, അവർക്കും ഓണമുണ്ടായിരുന്നു. അവർക്കും ഓണമുണ്ടായിരുന്നു എന്നാണ് ആ കവിതയുടെ പേര്. അതായത് ഒരു തൊഴിലാളി പിന്നെ കത്തിക്കുത്തിൽ മരിക്കുകയാണ്. ഈ സത്യം അറിയാതെ, അന്ന് ഈ കമ്മ്യൂണിക്കേഷനൊന്നും ഇത്രയും ഇതില്ലല്ലോ, സത്യം അറിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 കുട്ടികളും ഈ ഉത്രാടത്തിൻ്റെ അന്ന് വീട്ടിൽ ഈ പിന്നെ ഓണക്കോടിയും പിറ്റേ ദിവസം സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങളുമായി അച്ഛനെത്തുന്നത് അല്ലെങ്കിൽ ഭർത്താവ് എത്തുന്നത് നോക്കിയിരിക്കുന്ന കാത്തിരിക്കുന്ന ആ കുടിലിൻ്റെ ദാരിദ്ര്യമൊക്കെ അദ്ദേഹം ആ കവിതയെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ മനോഹരമായ കവിത, നമ്മളെ വളരെ പിന്നെ സ്പർശിക്കുന്നൊരു കവിതയാണ്. അവസാനം ആ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഇയാളെ ഡെഡ് ബോഡിയാണ്, ഈ ശവശരീരമാണ് ചുമന്ന് കൂടെയുള്ള തൊഴിലാളികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വയലാർ പറയുന്നുണ്ട്, അന്ന് ഈ പൂക്കളം ഒരുക്കേണ്ട തറയിൽ ഇദ്ദേഹത്തിൻ്റെ ശവശരീരം കിടത്തിയിട്ട് കണ്ണീരുകൊണ്ട് പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ് ഈ കുടുംബം 3 പേരും, ഈ ഈ ഭാര്യയും 2 മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും ഓണം ഉണ്ടായിരുന്നു. ആ ഓണത്തിൻ്റെ ഒരു ദുഃഖാവസ്ഥ അദ്ദേഹം നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ കവിതയിൽ. എനിവേ, ഈ ഒരു നല്ല സമയത്ത് ഈ ഓണക്കാലത്ത് ഞങ്ങളോടൊപ്പം കുറച്ചു നേരം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി പറയണം. ഒരുപാട് കാര്യങ്ങൾ
പറയാൻ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പിരിയുന്നത്. സാറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷയങ്ങൾ തീരില്ല. എങ്കിലും നമുക്ക് സമയപരിമിതിയുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് സർ. എല്ലാവിധ ഭാവുകങ്ങളും ഹാപ്പിയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.